السلام عليكم ورحمة الله تعالى وبركاته. عن ابن عباس رضي الله عنهما قال: كنت خلف النبي صلى الله عليه وسلم يوما فقال: يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك وإن اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരെ തൊട്ടുള്ളതായ ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. കുന്തു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഇരുന്നു കൊണ്ടിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, യൗമൻ ഒരു ദിവസത്തിൽ ഇങ്ങനെ യാത്ര പോകുന്നതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ഗുലാം, ഓ കുട്ടിയെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില വാക്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും, ചില വിഷയങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ളതായ ജീവിതം നീ നയിക്കണം. എന്നാൽ യഹ്ഫദുക, നിന്നെ അള്ളാഹു തആല സൂക്ഷിക്കും. ഇവിടെ സൂക്ഷിക്കണം എന്നതുകൊണ്ട് പറയുന്നത് അള്ളാഹു തആല കൽപ്പിച്ചതായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, വിരോധിച്ചതായ കാര്യങ്ങളെ ഒഴിവാക്കി നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളുടെ സ്വന്തം കാര്യത്തിലും നമ്മളുടെ വീട്ടുകാർ അഹലുകാരുടെ വിഷയത്തിലും നമ്മളുടെ മതത്തിലും അങ്ങനെ തുടങ്ങിയിരിക്കുന്നതായ ദുനിയവിയായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മത പാലിച്ചു കൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹു തആല നിന്നെയും എല്ലാ വിഷയങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ തജിദുഹു തുജാഹക, നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും, കണ്ടുമുട്ടും, നീ അല്ലാഹു തആലയെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇസാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലപ്പോഴും സഹായം വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയോട് ചോദിക്കണം. നമ്മൾ ചോദിക്കുന്നതായ സമയത്ത് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അല്ലാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. അതേ സമയത്ത് നമ്മൾ മഖാമിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യുന്നു, അവിടെയും ദുആ ചെയ്യുന്നു, അവിടെയുള്ള ദുആവും അല്ലാഹുവിനോടുള്ളതായ ദുആ ആണ്. പക്ഷേ മഖാമിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് അവരെ തവസ്സുല് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാം അംഗീകരിച്ചതായ വിഷയം കൂടിയാണ്. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് നീ സഹായം തേടണം. നമ്മൾക്കുള്ളതായ ആവശ്യങ്ങളെല്ലാം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. വായലം, നീ അറിയണം. ഇത്രയും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്പഷ്ടമായ രീതിയിൽ പറയുകയാണ്, നീ അറിയണം, അന്നൽ ഉമ്മത, തീർച്ചയായിട്ടും ഒരു സമൂഹം, ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇ, എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി നിന്നെ സഹായിക്കാൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയാൽ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു തആല നിനക്ക് നേരത്തെ എഴുതി വെച്ചതായ ഒരു സംഭവം,
അതല്ലാതെ വേറൊന്നും നിനക്ക് അതിൽ ഉപകാരം ലഭിക്കുകയില്ല. ആ ജനങ്ങളെ കൊണ്ട് നിനക്ക് എത്രയാണ് സഹായിക്കാൻ കഴിയുന്നത് അത് അല്ലാഹു തആല നേരത്തെ എഴുതി വെച്ചതാണ്. ആ സഹായം നിനക്ക് ലഭിക്കും എന്നല്ലാതെ അതിനേക്കാൾ കൂടുതൽ അവരെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്നെ ദ്രോഹിക്കാൻ, ഉപദ്രവിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഒരുമിച്ച് കൂടിയാൽ, ഒരു സമൂഹം ഒരുമിച്ച് കൂടിയാൽ, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക, നിന്റെ മേൽ അല്ലാഹു തആല എഴുതിയതായ ആ ഒരു ദ്രോഹമല്ലാതെ അതിനേക്കാൾ കൂടുതൽ ദ്രോഹം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. അപ്പൊ ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യുന്നതും ഖൈറും ശർറും ഇത് രണ്ടും അള്ളാഹുവിന്റെ വക്കൽ നിന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമായ അടിസ്ഥാനപരമായുള്ളതായ ഈ ഒരു വിശ്വാസം നമ്മളുടെ മനസ്സിന്റെ ഉള്ളറയിൽ ഉറപ്പിച്ച് വെക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാകണം നമ്മളുടെ ജീവിതം നയിക്കേണ്ടത്. എന്നാൽ നമ്മളെ അള്ളാഹു തആല സൂക്ഷിക്കും. നമ്മൾ ചോദിക്കുന്നതും സഹായം തേടുന്നതും അള്ളാഹുവിനോടാകണം. ഇവിടെയുള്ളതായ ജനങ്ങൾ ഒരുമിച്ച് കൂടി എത്ര പരിശ്രമിച്ചാലും എന്തധ്വാനിച്ചാലും ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി എത്ര കോടിക്കണക്കിന് ചെലവാക്കുകയാണെങ്കിലും പോലും അത് അല്ലാഹു തആല ഉദ്ദേശിച്ചതല്ലാതെ അതിനേക്കാൾ കൂടുതലൊന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ള വിഷയം വളരെ വ്യക്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് സഹായങ്ങൾ തേടിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.